അപ്പൊ ഹലോ ഫ്രണ്ട്സ്, ഹിയർ യെറ്റ് അഗെയിൻ നമ്മൾ അടുത്ത പാർട്ടിലോട്ട് അല്ലെ. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? റീവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി പഠിക്കാമെന്നല്ലേ പറഞ്ഞത്? ഇതാ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുണ്ടോന്നൊന്നും എനിക്ക് അറിയണില്ല. അഡ്മിഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഒരു പരിധി വരെ ഈസിയാണ്. കാരണം അതിലത്തെ ഏകദേശം കോൺസെപ്റ്റ് ഇതിലും വരുന്നത്. നമ്മൾ അഡ്മിഷനിൽ റീവാല്യൂ ചെയ്തപ്പോഴും റീഅസസ് ചെയ്തപ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണോ വരുന്നത്, അതേ സംഭവം തന്നെയാണ് എന്തിൽ വരുന്നത്, റിട്ടയർമെന്റിൽ വരുന്നത്. ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പൊ എന്താണ്? ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിന്റെ വാല്യൂ കൂടി. ഒന്ന് പ്ലസ് വൺത്തെ ജേർണൽ എൻട്രി ഒക്കെ ഒന്ന് ലൈക്ക് റിവൈസ് ചെയ്തെടുത്തേ. അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കൂടിയാൽ എന്ത് ചെയ്യും? ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യും? ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ജേർണൽ എൻട്രി ഒന്ന് നോക്കിക്കേ. ആൻഡ് സ്വാഭാവികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ട് ഏതാണ്? റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇനി കേട്ടില്ല കണ്ടില്ല അതൊന്നും വേണ്ട. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് അല്ലേ, നമ്മൾ ഈസി ആയിട്ട് പാസ്സാവും, അങ്ങനെ മാർക്ക് കിട്ടും. ഇപ്പൊ അവരിടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഭയങ്കര തിയററ്റിക്കൽ ബേസ്ഡ് ആയിട്ടൊക്കെ ഇടാറുണ്ട്. പ്രോബ്ലംസ് ഒക്കെ സൂപ്പർ ആയിട്ടിരുന്ന് പഠിച്ചിട്ട് പോകും, പക്ഷെ കംപ്ലീറ്റും തിയറി. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ലാസ്റ്റ് മോഡൽ എക്സാംസിലും ഇതുണ്ടായിരുന്നു അല്ലെ. തിയറി ആയിരുന്നു കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ P&L അഡ്ജസ്റ്റ്മെന്റ് എന്താ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ വേറെ പേരാ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻ കേസ് റിട്ടയർ ആയി പോയി നമ്മൾ അസറ്റും ലയബിലിറ്റിയും ഒക്കെ പുനഃപരിശോധന നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അസറ്റിന്റെ വാല്യൂ കൂടി എന്ന് വിചാരിക്കും. അസറ്റിന്റെ വാല്യൂ കൂടിയാൽ എന്താ എൻട്രി വരിക? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്, അല്ലെങ്കിൽ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് തന്നെ എഴുതിക്കോ. ഇനി അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാലോ അസറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ടു അസറ്റ്, അപ്പൊ മേലെ എന്തെഴുതും? റീവാലുവേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എഴുതിക്കോ. ഇനി ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റിയുടെ വാല്യൂ ആണ് കൂടുന്നതെങ്കിലോ ലയബിലിറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ റീവാലുവേഷൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം അല്ലേ. അങ്ങനെയല്ലേ പഠിക്കേണ്ടത്. അതുപോലെ അടുത്ത് നോക്കൂ. അടുത്ത എന്താ? ഫോർ ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റിയുടെ വാല്യൂ കുറഞ്ഞു. അപ്പൊ എന്താ? ലയബിലിറ്റിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. സോ സിമ്പിൾ. അടുത്തത് ഫോർ ആൻ അൺറെക്കോർഡഡ് അസറ്റ്, ഇതുവരെ റെക്കോർഡ് ചെയ്യാത്ത ഒരു അസറ്റ്, അതിനെ റെക്കോർഡ് ചെയ്യേ. ഓ, ഇങ്ങനെ ഒരു അസറ്റ് ഉണ്ട് അല്ലെ, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടേ ഇല്ലല്ലോ. അപ്പൊ അസറ്റ് കൂടി എന്നല്ലേ അർത്ഥം. നമ്മുടെ അറിവിലുള്ള അസറ്റിനേക്കാൾ അവിടെ കൂടുതൽ ഉണ്ട് എന്നല്ലേ അർത്ഥം. അപ്പൊ അസറ്റിനെ ഡെബിറ്റ് ചെയ്യേ. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അതുപോലെ ഫോർ ആൻ അൺറെക്കോർഡഡ് ലയബിലിറ്റി, ലയബിലിറ്റി അൺറെക്കോർഡഡ് ആണെങ്കിലോ ലയബിലിറ്റിന് എന്ത് ചെയ്യണം? ലയബിലിറ്റി കൂടി എന്നല്ലേ അർത്ഥം. അപ്പൊ എന്താണ്? ലയബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക, റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യുക. ഇനി ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ, ഈ റീവാലുവേഷൻ കാരണം ഉണ്ടാവുന്ന ലാഭം നഷ്ടം ഇതെല്ലാം ആർക്കാ സ്വന്തം? ഓൾ പാർട്ട്നേഴ്സ്. ALL, ഓൾ. ഓൾഡ് അല്ല, ഓൾ പാർട്ട്നേഴ്സ്. ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്ണർക്ക് കൊടുക്കണം, ലോസ് ആണെങ്കിൽ അവരിൽ നിന്ന് വാങ്ങിക്കണം. എങ്ങനെ? പ്രോഫിറ്റ് ആണെങ്കിൽ അവർക്ക് കൊടുക്കണം, ലോസ് ആണെങ്കിൽ അവരിൽ നിന്ന്. പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പാർട്ട്ണറിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. പാർട്ട്ണറിനെ എന്ത് ചെയ്ത് കാണിക്കുക? ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. പാർട്ട്ണറിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ പാർട്ട്ണറിനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഈ മന്ത്ര, ഈ ടാഗ്, ഈ സംഭവം, ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പാർട്ട്ണർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പാർട്ട്ണറിനെ ക്രെഡിറ്റ് ചെയ്യണം. പാർട്ട്ണറിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ പാർട്ട്ണറിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ പാർട്ട്ണർക്കല്ലേ കൊടുക്കുക. അപ്പൊ എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദാറ്റ്സ് സോ സിമ്പിൾ. ഇനി ലോസ് ആണെങ്കിലോ പാർട്ട്നേഴ്സിനെ ഡെബിറ്റ് ചെയ്യുക, കാരണം അവരിൽ നിന്ന് വാങ്ങിക്കാനില്ലേ. റിട്ടയർ ആയി പോവാണ്, അയ്യോ പാവം കാശൊന്നും വാങ്ങിക്കണ്ട എന്ന് പറയുന്ന ഒരു സെന്റിമെന്റ്സും ഇവിടെ ഇല്ല. ഇത് ബിസിനസ് ആണ്, പൈസയാണ് എല്ലാം. കേട്ടല്ലോ. സോ റിട്ടയർ ആയി പോകുമ്പോ റിട്ടയർ ആയി പോണ ആളും ലോസ് ഉണ്ടെങ്കിൽ അതിനുള്ള എമൗണ്ട് ഇങ്ങോട്ടേക്ക് തന്നിട്ട് പോയാൽ മതി. അത്രേ ഉള്ളൂ. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഏത് റേഷ്യോയില്? ഓൾഡ് റേഷ്യോ. ഞാൻ എന്താ പറഞ്ഞത്? ഗുഡ്വില്ലിന് വേണ്ടി മാത്രമല്ലേ ഗെയിനിങ് റേഷ്യോ.
അവിടെ ഗുഡ്വില്ലിന് വേണ്ടി മാത്രമല്ലേ സാക്രിഫൈസിങ് റേഷ്യോ, ഇവിടെ ഗുഡ്വിൽ ഗെയിനിങ് റേഷ്യോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബാക്കിയുള്ളതെല്ലാം ഓൾഡ് റേഷ്യോ അല്ലേ. സിമ്പിൾ. എത്ര എളുപ്പമായിരുന്നു അല്ലെ? അഡ്മിഷൻ പഠിച്ച അതേ സംഭവം അല്ലേ. അവിടെ പക്ഷേ പുതിയ പാർട്ട്ണറിനെ ഉൾപ്പെടുത്തില്ല, ഇവിടെ എല്ലാ പാർട്ട്ണറും. ഇവിടെ പുതിയ പാർട്ട്ണർ, ഇവിടെ ഒരാൾ പോവല്ലേ ചെയ്യണം, അയാളോ ആ പാർട്ട്ണർ ആയിരുന്ന ആളല്ലേ, സ്വാഭാവികം അല്ലേ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഈ റിട്ടയർ ആയി പോകുന്ന ആൾക്ക് കൊടുക്കണ്ടേ എമൗണ്ട് കൊടുക്കണ്ടേ, അതൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ പഠിക്കാം. താങ്ക് യു സോ മച്ച്.